അക്ഷയ്, സംഭവം നടന്ന പൂവം SBI ബ്രാഞ്ചിന് മുന്നിലാണ് ഞാനുള്ളത്. തളിപ്പറമ്പ് ആലക്കോട് റോഡിലാണ് ഈ SBIയുടെ പൂവം ബ്രാഞ്ച് ഉള്ളത്. ഇവിടെ ഏതാണ്ട് 3:10 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടേക്ക് ഈ അനുപമ ഇവിടെ ക്യാഷറായി ജോലി ചെയ്യുകയാണ്. അനുപമയെ കാണാനായി ഭർത്താവ് അനുരൂപ് എത്തുന്നു. ഇവിടെ ബാങ്കിന് പുറത്തു നിന്ന് ഉള്ളിലുണ്ടായിരുന്ന അനുപമയെ പുറത്തേക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇവിടെ പുറത്തു നിന്ന് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ പ്രകോപിതനായ അനുരൂപ് കയ്യിൽ കരുതിയിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് അനുപമയെ വെട്ടുകയായിരുന്നു. ആദ്യം പുറത്ത് വെട്ടേറ്റ അനുപമ പ്രാണരക്ഷാർത്ഥം ഓടി ഈ ബാങ്കിനുള്ളിലേക്ക് കയറി. പിന്നാലെ ഓടിച്ചെന്ന് വീണ്ടും ഒരു വട്ടം കൂടി വെട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സംഭവം കണ്ട ആൾക്കാരടക്കമുള്ള ആളുകൾ ഓടിയെത്തി നാട്ടുകാരാണ് ഇയാളെ പിടിച്ചു കെട്ടി ഇവിടെ പുറത്ത് കെട്ടിയിടുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ബാങ്കിൽ ഒരൊറ്റ ജീവനക്കാർ പോലും തയ്യാറാകുന്നില്ല. ബാങ്ക് മാനേജർ അടക്കമുള്ള ആളുകളോട് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും പറയാനില്ല, ഞങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല എന്നൊരു നിലപാടാണ് ബാങ്കിൻ്റെ മാനേജർ അടക്കമുള്ള ആളുകൾ, അവിടുത്തെ ജീവനക്കാരൊക്കെ എടുക്കുന്നത്. ഒരുപക്ഷെ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും ഈ അനുരൂപിനെ പിന്നീട് എവിടെ കെട്ടിയിട്ടു പുറത്ത്. അതിനുശേഷം തളിപ്പറമ്പ് CA വിവരം അറിയിച്ചു. ഷാജി പട്ടേരി, തളിപ്പറമ്പ് CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. കുറ്റിക്കോലാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായി താമസിക്കുന്നത്. മാലക്കോട് അരങ്ങം സ്വദേശിയാണ് ഈ അനുപമ വിവാഹശേഷം ഭർത്താവിനൊപ്പം കുറ്റിക്കോലിൽ താമസിക്കുകയാണ്. ഭർത്താവ് അവിടെ ഒരു സ്വകാര്യ കാർ വിപണന കമ്പനിയിൽ അവിടെ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അനുരൂപ് ഇവിടെ എത്തുന്നതും ഭാര്യയെ പുറത്തേക്ക് വിളിച്ചിരുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാട്ടുകാരുടെ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ വലിയ അപകടമുണ്ടായത്, വലിയ അപായത്തിലേക്ക് കാര്യങ്ങൾ പോവാതിരുന്നത്. നാട്ടുകാർ ഈ സംഭവം കണ്ട് ഓടിയെത്തുകയായിരുന്നു. ഇവിടെ ഇതിന് പുറത്ത് ചില ആളുകളുണ്ട്, നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. അവർ കണ്ട ചില ആളുകളുണ്ട് ഈ സംഭവം നടന്ന സമയത്ത്. എന്തായാലും ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഇയാൾ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത് കണ്ടിരുന്നോ? പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ കെട്ടിയിട്ടു അല്ലേ? ഇവിടെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടു. എവിടെ കെട്ടിയിട്ടത്? ഇവിടെ പുറത്ത് കെട്ടിയിട്ടു. ഈ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് ആൾക്കാർ വന്നത്. ഈ സ്ത്രീയുടെ കരച്ചിലും ബഹളവും കേട്ടു. സ്ത്രീകൾ പെണ്ണുങ്ങളെ കേട്ടിട്ട് നമ്മയും നോക്കുന്നത്. നമ്മ ഇവിടെ ഇല്ലല്ലോ, ഇത് പെട്ടെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ ചോരയും കൊണ്ട് വരുന്ന കാണുന്നത് നമ്മൾ. അപ്പോൾ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാനൊന്നും പറ്റും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് നാട്ടുകാരെല്ലാം വന്ന് പിടിച്ച് കെട്ടിയിട്ട് പോലീസ് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ പെൺകുട്ടിയുടെ ഈ യുവതിയുടെ ജീവനക്കാരിയുടെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിയെത്തി ഇവിടെ പുറത്ത് കമ്പിയിൽ കെട്ടിയിടുന്നു. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുന്നു. എന്തായാലും അനുപമ ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി അത്രമേൽ ഗുരുതരമല്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.